ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, ഒരു സ്നാക്കാണ്. നമ്മൾ മുട്ടയും ചമ്മന്തിയും ഉപയോഗിച്ചാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത്. ചമ്മന്തി മുട്ട എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ വിളിക്കാട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ വിളിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഈസി ആയിട്ടുള്ള റെസിപ്പികളാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയൊക്കെ വളരെ ഇഷ്ടമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് ഈ ചമ്മന്തി മുട്ട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 4 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 2 പച്ചമുളക്, 2 ഉള്ളി, 1 തണ്ട് കറിവേപ്പില, 1/2 കപ്പ് തേങ്ങ ചിരവിയത്, ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 പച്ചമുളകും കൂടി ചേർക്കാം കേട്ടോ. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഒരു മീഡിയം എരിവുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ചമ്മന്തിക്കായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇതിന് പകരം വറ്റൽമുളക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ചേർക്കാം കേട്ടോ. 2-3 വറ്റൽമുളക് ചേർക്കാം പച്ചമുളകിന് പകരമായിട്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ കളറ് വൈറ്റ് ആയിരിക്കില്ല, ആ ഒരു റെഡ് ഷെയ്ഡായി വരുന്നേ ഉള്ളൂ. പിന്നെ 2 ഉള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തൊന്ന് ഒതുക്കിയെടുക്കാം. നന്നായിട്ട് അരഞ്ഞു പോരുത്, ഒരുവിധം ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. അപ്പോൾ ഞാനിതൊന്ന് ഒതുക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇതാ നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടില്ല, ഒരുവിധം ഒതുങ്ങി കിട്ടിയിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ മുട്ടയൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇപ്പോൾ മുട്ട 2ആയിട്ട് കട്ട് ചെയ്യാണ്. എല്ലാ മുട്ടയും 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ എഗ് യോക്ക് വേറെ, എഗ് വൈറ്റ് വേറെ ആക്കി എടുക്കണം. അപ്പോൾ മുട്ടയുടെ എഗ് യോക്ക് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി വേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് യോക്ക് മാത്രം മാറ്റിയെടുക്കുകയാണ്. ഇതല്ലാത്ത രീതിയിലുള്ള ഒരു മുട്ട ബജി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ചമ്മന്തി വെച്ചിട്ട് തന്നെ വേറൊരു രീതിയിലുള്ള മുട്ട ബജി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് കൂടുതൽ ടേസ്റ്റുള്ള രീതിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. ഇപ്പോൾ നമ്മൾ എഗ് വൈറ്റ് വേറെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഈ യോക്കിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചമ്മന്തി വേണ്ട കേട്ടോ, കുറച്ച് മതി. നമുക്ക് കുറച്ചല്ലേ ഫില്ല് ചെയ്യാനുള്ളൂ. ഇതെല്ലാം ചേർത്ത് നമുക്ക് കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എങ്ങനെ മിക്സ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഏതാണോ എളുപ്പം ആ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആയി കിട്ടണം. മുട്ടയ്ക്ക് ഉപ്പുണ്ടാവില്ല. നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചതെങ്കിൽ മുട്ടയുടെ ഉള്ളിലേക്ക് ഉപ്പ് കയറി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയി വരുന്നുണ്ട്. ഇനി ഞാനിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മുട്ട ബജിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. മുട്ട ബജ്ജി എന്ന് പറയാൻ പറ്റില്ല, ഇതിനൊരു മുട്ടയുടെ ഒരു സ്നാക്ക് എന്ന് പറയാനേ പറ്റുള്ളൂ. മുട്ട ബജ്ജി എന്ന് പറയുമ്പോൾ നമ്മൾ മാവിൽ മുക്കി പൊരിച്ചിട്ടാണല്ലോ എടുക്കുന്നത്. ഇത് നമ്മൾ മാവിലല്ല മുക്കി പൊരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുട്ട ബജ്ജി എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം, എരിവും ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ ആവശ്യത്തിനുണ്ട്, ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് കൈ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാൻ എളുപ്പം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യണം. കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഒരു ചെറിയ ബോളാക്കിയിട്ട് നമ്മൾ യോക്ക് എടുത്തില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാനായിട്ട് വേറൊരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. കുരുമുളക് പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയുടെ കോട്ടിങ്ങിന് ഒരു ചെറിയ എരിവ് കിട്ടാൻ വേണ്ടിയാണ്. 2 പിഞ്ച് കുരുമുളക് പൊടി മതി, അധികം വേണ്ട. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു മുട്ട എടുത്ത് നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ മുട്ടയായിട്ട് ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഒരുമിച്ച് 2-3 എണ്ണം ഡിപ്പ് ചെയ്യാൻ ഇടരുത്. നമ്മൾ പതുക്കെ ഓരോ മുട്ടയായിട്ട് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇതുപോലെ ആദ്യം ഒന്ന് കമിഴ്ത്തി എടുത്തിട്ട് പിന്നെ തിരിച്ചെടുക്കുക. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് കവറായി കിട്ടും. ഞാനിപ്പോൾ 3 എണ്ണമാണ് ഒരു സമയത്ത് ഫ്രൈ ചെയ്യുന്നുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ബർണറിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതിപ്പോൾ നമ്മുടെ ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കിയ പോലെയാണ് ഇരിക്കുക പുറം ഭാഗം. എന്ന് വെച്ചാൽ ആ മുട്ട പതഞ്ഞ് ഇങ്ങനെ വരുമല്ലോ. മുട്ടയുടെ വയറ്റ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കുറച്ച് ഗ്യാപ്പിൽ നിന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട്
അടുത്ത് നിന്നിട്ട് ഫ്രൈ ചെയ്യണ്ട. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയൊരു കോട്ടിങ് ഉണ്ടാവുള്ളൂ മുട്ടയുടെ, ഒരുപാട് കോട്ടിങ് ഉണ്ടാവില്ല. ഒരുപാട് കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർത്തിട്ട് മുട്ടയ്ക്ക് പകരമായിട്ട് മൈദപ്പൊടി മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തൊന്ന് ഒരു ബാറ്ററാക്കി എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ ഇല്ല ലൈറ്റ് കോട്ടിങ് മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് രണ്ട് സൈഡും കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ മുട്ട അടുത്ത സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത്രയും മതി. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. മുട്ടയിലേക്ക് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഫില്ല് ചെയ്തിട്ടുള്ള മുട്ട എല്ലാം റെഡി ആയി കഴിഞ്ഞു. ചൂടോടുകൂടി ചായയുടെ കൂടെ ചേർത്ത് കഴിക്കുക. അപ്പോൾ നല്ല രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. വളരെ എളുപ്പമല്ല, അധികം സമയമൊന്നും എടുക്കില്ല. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. മുട്ട നേരത്തെ വേവിച്ച് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.